ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. വി മുരളീധരന്റെ കാര്യത്തിൽ അത് അച്ചിട്ടായെന്ന് പറയാതെ വയ്യ. ഇലക്ഷനിൽ നിന്ന് 8 നിലയിൽ പൊട്ടുകയും ചെയ്ത് അവസാനം കേന്ദ്രത്തിനും വേണ്ട ഉള്ള വിദേശകാര്യ സഹമന്ത്രി എന്ന് പറഞ്ഞ സ്ഥാനവും പോയി. അങ്ങനെ അവസാനം ഇങ്ങനെ ബിഗ് സീറോ ആയിട്ടിരിക്കുന്ന സമയത്ത് വി മുരളീധരന്റെ മനസ്സിൽ ഒരു ആശ ഉദിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരു പ്രസ് മീറ്റൊക്കെ നടത്തി ഷൈൻ ചെയ്തൊന്ന് കേന്ദ്രത്തിന്റെ മനസ്സ് കീഴടക്കി എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്ത് നടത്തിയ ഒരു പ്രസ് മീറ്റ് ദേ ഇന്ന് 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ പിടിച്ച് പഞ്ഞിക്കിട്ടു എന്നൊക്കെ പറയാതെ വയ്യ കേട്ടോ. അവസാനം വെള്ളം കുടിക്കുന്ന കിടന്ന് മോങ്ങുന്ന വി മുരളീധരനെയാണ് കാണാൻ സാധിച്ചത്. അതായത് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നമ്മുടെ സഹോദരങ്ങൾ 24ഓളം മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട് പോയ കാര്യമൊക്കെ നമുക്കറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു സർക്കാർ പ്രതിനിധി എന്ന രീതിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി ശ്രമം നടത്തിയതും അവസാനം പൊളിറ്റിക്കൽ ക്ലിയറൻസ് പോലും കൊടുക്കാതെ അതിനുള്ള അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നയമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രമേ കാണിക്കുന്നതെന്ന് പറഞ്ഞ് മലയാളികൾ മുഴുവൻ തിരിഞ്ഞ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ അങ്ങോട്ട് സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി അയക്കാനായിട്ട് ഇരുന്നത് വിവരക്കേടാണ്, അതൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും പാടില്ല, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ സുഖിപ്പിക്കാൻ വേണ്ടി, സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇതിനൊക്കെ ന്യായീകരിച്ച് വി മുരളീധരൻ എന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടു കേട്ടോ. അവസാനം വി മുരളീധരനെ മാധ്യമപ്രവർത്തകർ വെള്ളം കുടിപ്പിച്ച് വിട്ടു എന്നൊന്നും പറയാതെ വയ്യ കേട്ടോ. കാരണം അമ്മാതിരി അടിയാണ് കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഇടക്കാലത്തൊന്നും വി മുരളീധരൻ ഒരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള ഒരു സാധ്യതയില്ല കേട്ടോ. എന്തായാലും അതൊന്ന് കാണാം. അതിനാണല്ലോ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഇനി ഇത് മുഴുവൻ ഞാൻ വീണ്ടും ആവർത്തിക്കും. എന്റെ ചോദ്യം ഞാൻ ഇതിനെല്ലാം മറുപടി പറഞ്ഞു. ഇത് വീണ്ടും ഞാൻ ഒന്നും കൂടി ആവർത്തിക്കണം, ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. അല്ലെങ്കിൽ അതൊന്ന് റീവൈൻഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അതിൽ മുഴുവൻ കരുതും. അത് കാരണം ഈ ഘട്ടത്തിൽ ഇതുപോലെയുള്ള ഈ മന്ത്രി അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്? ഏത് കാര്യം ഏകോപിപ്പിക്കാൻ? എവിടെ എന്ത് ഏകോപിപ്പിക്കാനാ പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല, മന്ത്രിയല്ല ഏകോപിപ്പിക്കുന്നത്, വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്യുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ട ചുമതല വിദേശകാര്യ മന്ത്രിക്കാണ്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പോയിട്ട് എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ 2 പേര് കാറിൽ അകമ്പടി സേവിക്കുക എന്നുള്ളതല്ലാതെ ഈ ആരോഗ്യമന്ത്രിക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. എങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, യോജിച്ചല്ലേ ചെയ്യുന്നത്? ഇപ്പൊ ഏതെങ്കിലും വിഷയത്തിൽ യോജിച്ച് ചെയ്തില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ പറയട്ടെ. ഈ 24 പേരുടെ മേൽവിലാസം കണ്ടെത്തിയത് ഇവിടുന്ന് മന്ത്രി പോയിട്ടല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നാളെ MP-ക്കും പറയാലോ. ഇതേപോലെ ഒരു MP പറയുന്നു എന്നിരിക്കട്ടെ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ 2 ആളുകളുണ്ട്, ഞാനും കൂടി പോകണം ആശ്വസിപ്പിക്കാൻ. മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി അത്രേ പറഞ്ഞുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞത് ആശ്വസിപ്പിക്കുന്നത് നാടിന്റെ സംസ്കാരമാണെന്നാണ്. അതിനുവേണ്ടിയാണ് പോകുന്നത്. അല്ലാതെ അവിടെ ഏകോപിപ്പിക്കാനാണെന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏകോപിപ്പിക്കാൻ എങ്ങനെ സാധിക്കും? നിങ്ങൾക്ക് സാമാന്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, വിദേശകാര്യ വകുപ്പ്, അതായത് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു സംസ്ഥാനത്തെ മന്ത്രി പോയിട്ട് ആരുടെ ഏകോപനം, എന്ത് ഏകോപനം നടത്തുന്ന കാര്യം പറയുന്നത്? പിന്നെ എത്ര പേർക്ക് വേണപ്പോ? കഴിവില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. കഴിവിന്റെ കാര്യം മെഡിക്കൽ കോളേജിൽ കാണുന്നുണ്ടല്ലോ. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടല്ല, അവിടെ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട്. അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടെ പൂർത്തിയാക്കട്ടെ. ഒരു ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. ചോദ്യങ്ങൾ തുടർന്ന് വരുന്നതിന്, അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് നോക്കാനുള്ള ചുമതലയാണ് വിദേശത്തെ ഇന്ത്യൻ എംബസി. ആ എംബസിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഗൗരവം, ഈ കാര്യത്തിലുള്ള സർക്കാരിൻ്റെയും ജനങ്ങളുടെയും താല്പര്യം അത് ബോധ്യമാകാനും വിദേശ സർക്കാരുകളുടെ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ
ഇന്ത്യൻ മന്ത്രിക്കേ സാധിക്കുള്ളൂ. സംസ്ഥാനത്തെ മന്ത്രിക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഉണ്ടാവണമെന്നില്ല. പിന്നെ എന്ത് ഏകോപന നടത്തുക? അതാണ് ഫെഡറലിസമാണിത്. അതായത് കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ, എല്ലാ സംസ്ഥാനങ്ങളുടെയും കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഭംഗിയായി നിർവഹിക്കുന്നതാണ് ഫെഡറലിസം. ഈ ഫെഡറലിസത്തിനെതിരാണ് പിണറായി വിജയന്റെ പ്രസ്താവന. ജനം തെരഞ്ഞെടുത്താണെന്ന് ജില്ലാ പഞ്ചായത്ത് അല്ലല്ല, ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചാൽ എന്താ വ്യത്യാസം? അല്ല, നാളെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇരിക്കട്ടെ, എനിക്ക് പോണം, എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, അല്ല കുഴപ്പം എന്താ വ്യത്യാസം? അവര് തിരഞ്ഞെടുത്ത ആൾക്കാരല്ലേ. ഒരു MP പറയുന്നു, അതെങ്ങനെ? നിങ്ങൾ സംസ്ഥാന മന്ത്രിയെ ഒരു പ്രത്യേകതയും ഒരു 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 പാർലമെന്റ് അംഗത്തിന് എന്തിനാ വില കുറച്ച് കാണിക്കുന്നു? ആണ് എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഓരോരുത്തർക്ക് അവർ ചെയ്യേണ്ട ചുമതലകൾ എന്താണെന്ന് ഭരണഘടനയിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ മന്ത്രിയുടെ ചുമതല എടുക്കുക, കേന്ദ്രമന്ത്രിയുടെ ചുമതല നിർവഹിക്കുക. അവിടെ ഏകോപിപ്പിക്കാൻ സാധിക്കില്ല. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, കൈരളിയുടെ വാദം എനിക്ക് മനസ്സിലാവും. അത് ആ വാദം നിങ്ങൾ ഉന്നയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ ആ വാദം അധികം ആളുകൾക്ക് ബോധ്യമാവുന്നില്ല, അത്രേ ഉള്ളൂ. ദയവ് ചെയ്ത് സുരേഷ് ഗോപി ആവശ്യമില്ലാതെ വലിച്ചിറക്കരുത്. സുരേഷ് ഗോപി ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തത്. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കും. അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയും. നിങ്ങൾ പറയുന്നത് തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്, അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. പക്ഷെ അതവിടെ ഇപ്പോഴത്തെ കാര്യം അതല്ലല്ലോ, ഞാൻ ചെയ്തതിനെ കുറിച്ചല്ല. ഇപ്പോ ഈ ദുരന്ത മുഖത്ത് രാഷ്ട്രീയ നിലപാടുണ്ടാക്കാനും രാഷ്ട്രീയത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്ന സമീപനം, ഈ സമീപനം ശരിയല്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും പിണറായി വിജയൻ ഇത് തന്നെ തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കട്ടെ. ജനങ്ങൾ തിരിച്ചറിയും. ജനങ്ങൾ ഈ ദുരന്ത മുഖത്ത് ഇതുപോലെയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം പറയുന്നു. പൊളിറ്റിക്കൽ ക്ലിയറൻസിന്റെ രണ്ടാമത്തെ കാര്യം ഈ വിവാദത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് പറയുന്നത് അത് കേന്ദ്ര സർക്കാർ സമയമാകുമ്പോൾ പറയായിരിക്കും. ഇല്ലേ, അറിയാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫയൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഫയല് ഏതായാലും മുഴുവൻ വായിച്ചിട്ടാണ് കൈരളി TVക്ക് മാത്രമായിട്ട് ഫയൽ കിട്ടുകയാണ്. അല്ലല്ല, കൈരളി TVക്ക് മാത്രം ഫയൽ കിട്ടുന്നതാണ് പ്രശ്നം. ആ ചോദ്യങ്ങൾക്കാണല്ലോ ഞാൻ മറുപടി പറയുന്നത്. ഏതറിയില്ല? അങ്ങനെയല്ല, അറിയില്ല എന്നല്ല. അതായത് ഞാൻ ഇന്ന് കേന്ദ്ര സർക്കാരിലെ മന്ത്രിയല്ല. അതുകൊണ്ട് അല്ല, പറഞ്ഞു നൽകും. ഞാനിവിടെ പത്രസമ്മേളനം മാധ്യമങ്ങളെ കാണുന്നത്
കേന്ദ്ര സർക്കാരിലെ മന്ത്രിയായിട്ടല്ലല്ലോ. കേന്ദ്ര സർക്കാരിലെ മന്ത്രിയായിട്ടായിരുന്നുവെങ്കിൽ ആ തീരുമാനത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പം ഞാനത് പറയേണ്ട ഉത്തരവാദിത്വം എൻ്റേതല്ല. അത് ബന്ധപ്പെട്ട മന്ത്രി പറയേണ്ട സന്ദർഭത്തിൽ. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ താല്പര്യങ്ങളെ തുറന്നു കാണിക്കേണ്ടത് BJPയുടെ നേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇപ്പോഴെങ്കിലും രാഷ്ട്രീയം പറയരുത് എന്ന് പറയാം.